ഇന്ന് നമ്മൾ ചെയ്യുന്ന സിനിമയെന്ന് പറയുന്നത് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലിയും അമല പോളുമാണ്. അവരുടെ രണ്ടുപേരുടെ അഭിനയം അതിനകത്ത് മികച്ച അഭിനയം, അതിലൊന്നും ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ സിനിമയുടെ എൻഡിങ് നമുക്ക് കാണുമ്പോൾ ഒത്തിരിയും എന്താ പറയുന്നത്, ഒത്തിരി എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. അതായത് ഒത്തിരി കൊലപാതകങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സിനിമ പൊതുവേ നല്ലതാണ്, എല്ലാവരുടെ അഭിനയം വളരെ ഗുഡാണ്. ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരു ഉൾപ്രദേശത്ത് ഉള്ള ഒരു ലെവൽ, പിന്നെന്താ അവിടെ ഈ ട്രാഫിക്കിൽ ട്രെയിൻ പോകുന്ന സമയത്ത് നിൽക്കാനായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഒരാളെ ഉള്ളൂ. പിന്നെ അവിടെ വലിയ ആൾക്കാരൊന്നും വരാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിനിമ നമുക്ക് നല്ല അഭിപ്രായമുണ്ട്, നല്ല സിനിമയാണ്, ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് സീനുകളൊക്കെ കൊലപാതകങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടെൻഷൻ തോന്നുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അയാളുടെ പ്രാന്ത് ഇളക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിലെ പാടുകൾ എണ്ണിയാൽ മതി. അയാളെ ഉപേക്ഷിച്ചുവിടായിരുന്നു. എന്തിനാ ഇത്രയൊക്കെ സഹിച്ചു? അതത്ര എളുപ്പമായിരുന്നില്ല. ഞാനില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അയാളുടേത്. ഞാനും കൂടെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്തോ എനിക്കതിന് മനസ്സ് വന്നില്ല. ഡോക്ടർ ആത്തോട് പറഞ്ഞതനുസരിച്ച് കുറച്ചുനാൾ മെന്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അയാൾ വല്ലാതെ വയലന്റ് ആവുമായിരുന്നു, സൈക്കോട്ടിക്. ഈ സിനിമയിലെ കഥ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒന്നാമത്തെ കാര്യം. ശരിയാ, ഞാനാണല്ലോ കൊന്നത്. പക്ഷെ ഒരു ക്ലീശ എന്താ അറിയോ, ഈ ഡയറിയിൽ എഴുതി വെക്കരുത്. ഇനി ഞാൻ എഴുതില്ല. പക്ഷേ ഞാനിപ്പോ മേട്ടനെ കൊന്നല്ലോ, അത് എഴുതി വെക്കണ്ടേ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോ ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവ രീതികൾ, അവരുടെ പെരുമാറ്റം, മറ്റുള്ളവരോട് എങ്ങനെയാണ് അവർ സഹകരിക്കുന്നത്, ഇതെല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ കൊന്നുകൊണ്ട് സോറി, ആദ്യ ഭാര്യ. അവള് പറയാം എനിക്ക് ഭ്രാന്താണ്. കൊല്ലണ്ടേ? എനിക്ക് ഉറപ്പായിരുന്നു അയാൾ എന്നെയും കൊല്ലൂന്ന്. രക്ഷപ്പെടാൻ ഞാൻ നോക്കിയില്ല. പക്ഷെ അയാളുടെ ഭ്രാന്തമായ ശക്തിയുടെ മുമ്പിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പോലീസ് ഒരു നായക്ക് ഉറപ്പായിരുന്നു. പിന്നെ അവിടെ നിന്ന് എന്നെയും പിടിച്ചു വെച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ഏതോ ഒരു ട്രെയിനിൽ ഓടിക്കയറി. ട്രെയിനിൽ നിന്ന് ഞാൻ ചാടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. ആദ്യത്തെ ഭാര്യ കൊന്നപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് താമസിക്കുമ്പോഴുള്ള പാർട്ട്ണർക്കുള്ള മാനസികാവസ്ഥ അത് നല്ല രീതിയിൽ ഇതിനകത്ത് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് അമല പോൾ. സ്ലോ ആൻഡ് പെയിൻഫുൾ ഡെത്ത്. എനിക്കിനിയെങ്കിലും ജീവിക്കണം, പേടിക്കാതെ, വേദനയില്ലാതെ. അയാളെന്റെ കൺവെട്ടത്ത് പോലും വരാതെ. ട്രെയിനിൽ ചാടുന്ന ആളെ കണ്ടിരുന്നോ? ഇല്ല, അയാൾ കിടക്കായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോവാന്ന് പറഞ്ഞ്. ഒരു തരത്തിലും നമ്മൾ രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റ്. അച്ഛനമ്മയും വേണ്ടെന്ന് പറഞ്ഞിട്ട്
ചൈത്താലി കല്യാണം കഴിച്ചു. എന്നോട് അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. പല കാര്യത്തിലും നമ്മൾ ഒരുപോലെ അല്ലേ? നമുക്ക് രണ്ടുപേർക്കും മധുരമില്ലാത്ത കട്ടൻ ചായ ഇഷ്ടം. ചൈത്താലി പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. ആരെങ്കിലും വന്നാൽ പോകാനും തോന്നില്ല. വിശക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ? പിന്നെ ആണെങ്കിൽ ഈ സിനിമയുടെ അവസാന ഭാഗമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് അവർ സാധനങ്ങളൊക്കെ എടുത്ത് തന്നാ കൊടുത്തേക്കുന്നത്. മതി. നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ ഒന്നും വിചാരിച്ച് കാണില്ല. എന്താ? അതുപോലത്തെ ട്വിസ്റ്റ്. ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാം. എന്താ മാവ് മുട്ടക്കറിക്ക് മുട്ടയും ഉരുളക്കിഴങ്ങും ഒരുമിച്ചിട്ട് പുഴുങ്ങാം. എന്നിട്ട് മുട്ട തൊലി കളഞ്ഞ് സവോള നന്നായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റണം. ആ ഉരുളക്കിഴങ്ങിന്റെ തൊലി കളയണേ. നല്ല തക്കാളി ഉണ്ട്. എന്റെ കൃഷിയിലുണ്ടായത് ഇത്. വൈത്തിരിക്ക് സമയമായി. സംസാരിച്ചത് സമയം പോയത് അറിഞ്ഞില്ല. ഹലോ, ഓക്കെ സാർ. ആദ്യമായിട്ടാ ഞാനൊരു ട്രെയിനിന്റെ സമയം മറന്നു പോകുന്നു. നമ്മൾ സംസാരിച്ചിരുന്നപ്പോ ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. എന്റെ ഈ ലോകം തന്നെ മാറിപ്പോയോ? സത്യത്തിൽ ഒന്നും മാറിയിട്ടില്ല. ഈ വീടും ഇവിടുത്തെ സാധനങ്ങളും എന്റെ ജോലിയും എല്ലാം പഴയത് തന്നെയാണ്. ചൈത്താലി മാത്രം പുതിയതായിട്ട് വന്നത്. പക്ഷെ എനിക്കെല്ലാം പുതിയതായിട്ട് തോന്നുന്നു. ആസിഫ് അലിയുടെ അഭിനയൊക്കെ ഇതിലോ. ഇവിടെ ഇപ്പൊ ആരോ ഉള്ള ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ? ആരില്ലാത്തോണ്ട് ഞാൻ തന്നെ ചെക്ക് ചെയ്യും. ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നോണ്ടാണോ ഇത്രയും മെഡലൊക്കെ? മെഡൽ തരാനും ആരും ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ.
എല്ലാം ഉണ്ട് കുട്ടിക്കകത്ത്. പഴയ പഴയ പത്രങ്ങളുടെ തുണ്ടുകൾ. ₹500 ഞാൻ രഘു റെയിൽവേയുടെ ഗേറ്റ്മാൻ. ഇത് നല്ലൊരു ഫിലിം.